MCSന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്ത ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിന് മുൻപത്തെ വീഡിയോകളിലൊക്കെ സംസാരിച്ചത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടാണ്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. എന്നാൽ വ്യത്യസ്ത മ്യൂച്വൽ ഫണ്ടുകളും അതുപോലെ തന്നെ അതിന്റെ സ്കീമുകളൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇല്ലാതാക്കി, നിങ്ങളുടെ കൺഫ്യൂഷൻസിനൊക്കെ ഒഴിവാക്കി കോൺഫിഡൻസോടെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം. അപ്പൊ ഈ ഒരൊറ്റ വീഡിയോ ആയിട്ടല്ല, നമ്മളൊരു സീരീസ് ആയിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്താണ് മ്യൂച്വൽ ഫണ്ടിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇനി എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് നോക്കാം. Mutual fund is an investment vehicle where investors pool their money to earn return on their capital over a period of time. അതായത് നമ്മളെ പോലുള്ള വിവിധ നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ചുകൊണ്ട് അതിനെ ഷെയർസിലും ഡിബഞ്ചേഴ്സിലും മറ്റ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിലും ഗോൾഡിലൊക്കെ നിക്ഷേപിക്കുന്നതിനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാം. ഇനി ആരാണ് നമ്മളിൽ നിന്ന് ഈ പണം കളക്ട് ചെയ്യുന്നത്? അവരെയാണ് നമ്മൾ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് HDFC മ്യൂച്വൽ ഫണ്ട്, അതുപോലെ തന്നെ SBI മ്യൂച്വൽ ഫണ്ട് എക്സെട്ര. ഇപ്പോൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസസിലെ ഓരോ മ്യൂച്വൽ ഫണ്ടിനും ഓരോ ഫണ്ട് മാനേജേഴ്സും അവരുടെ കീഴിൽ ഒരു ടീമും ഉണ്ട്. അവരെയാണ് നമ്മളുടെ ഈ പണം സെക്യൂരിറ്റീസിലും ബോണ്ടിലും ഒക്കെ നിക്ഷേപിക്കുന്നത്. അപ്പൊ ഇവരെന്ന് പറയുന്നത് ഒരുപാട് വർഷത്തെ ഫൈനാൻഷ്യൽ എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ്. നമുക്ക് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഇതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. ഇനി മ്യൂച്വൽ ഫണ്ടിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോ ഡീറ്റെയിൽഡ് നോളജ് ഈസ് റിക്വയർഡ്. അതായത് നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ കമ്പനികളെ കുറിച്ചൊക്കെ ഫണ്ടമെന്റൽ ആയിട്ട് പഠിക്കേണ്ടതിന്റെ ഒരു ആവശ്യമുണ്ട്. എന്നാൽ ഇവിടെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പെർട്ടുകളായിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് ആണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അധികമൊന്നും നമ്മളെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളെ കുറിച്ച് ഐഡിയ ഇല്ലെങ്കിൽ പോലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോവർ റിസ്ക്. അതായത് നമ്മളൊരു ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് ഇവിടെ റിസ്ക് കുറച്ച് കുറവാണ്. കാരണം നല്ല കമ്പനികൾ നോക്കി മാത്രമേ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ. മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ എത്ര കുറഞ്ഞ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടിയിട്ടും അതിനെ വ്യത്യസ്ത സെക്ടേഴ്സിലുള്ള കമ്പനികളിലേക്കും വ്യത്യസ്ത തരം സെക്യൂരിറ്റികളിലേക്കും, ഉദാഹരണത്തിന് കുറച്ച് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവര് കുറച്ച് ബോണ്ടില്, ഡിബഞ്ചേഴ്സില്, ഗോൾഡിലൊക്കെ അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മേഖല തകർന്നാലും നമുക്ക് റിസ്ക് കുറവായിരിക്കും. മറ്റ് മേഖലകളിൽ നിന്നുള്ള റിട്ടേൺ കൊണ്ട് ഇത് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് വിത്ത് സ്മോൾ എമൗണ്ട് ആൻഡ് മന്ത്ലി SIP. അതായത് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് തന്നെ നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാനായിട്ട് കഴിയും. അതുപോലെ തന്നെ മന്ത്ലി ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മന്ത്ലി SIP ആയിട്ട് ചെറിയ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയൊരു ഫണ്ട് ഉണ്ടാക്കിയെടുക്കാൻ മ്യൂച്വൽ ഫണ്ടിലൂടെ സാധിക്കുന്നു. അഞ്ചാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് വെൽ ഓർഗനൈസ്ഡ് ആണ്. അതായത് ഗവൺമെന്റ് സ്ഥാപനമായിട്ടുള്ള SEBI അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അനുസരിച്ചിട്ടാണ് മ്യൂച്വൽ ഫണ്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ നിയമങ്ങൾ എന്തെങ്കിലും തെറ്റിക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നടപടികൾ നേരിടേണ്ടി വരും. അപ്പൊ നമ്മുടെ പണം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം നമുക്ക് വേണ്ട. ഇത് വളരെ റെഗുലേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് നടന്നു പോകും. ആറാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ ലിക്വിഡിറ്റി. അതായത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ക്യാഷ് രൂപത്തിലാക്കാൻ പറ്റുന്നതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയാം. അപ്പോൾ നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹൈലി ലിക്വിഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും തിരിച്ച് ക്യാഷ് രൂപത്തിലേക്ക്, പണം രൂപത്തിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഏഴാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഫ്രം ഇൻഫ്ലേഷൻ. അതായത് നമ്മൾ ഇതുവരെയുള്ള മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെയൊക്കെ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന്റെ റിട്ടേൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇൻഫ്ലേഷൻ റേറ്റിനെ മറികടക്കുന്ന റിട്ടേൺ എപ്പോഴും കിട്ടിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഒന്നാമത്തത് എക്സ്പെൻസ് റേഷ്യോ. അതായത് നമ്മളിപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്പെൻസ് വരുന്നില്ല. കാരണം ഇത് അനലൈസ് ചെയ്യുന്നത് മുതൽ എല്ലാം നമ്മൾ സ്വന്തമാണ് ചെയ്യുന്നത്. എന്നാൽ ഈ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് വേണ്ടി ഈ ജോലി ചെയ്യുന്നത് ഫണ്ട് മാനേജേഴ്സും അവരുടെ ടീമും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസും ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു എക്സ്പെൻസ് ആയിട്ട്, അതിന്റെ ഒരു എക്സ്പെൻസിനേക്കുള്ള ചാർജ് ആയിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ചെറിയൊരു പോർഷൻ എക്സ്പെൻസ് ആയിട്ട് പോകും. അടുത്തത് ലോവർ പ്രോഫിറ്റ്. അതായത് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് എപ്പോഴും പ്രോഫിറ്റ് കുറവായിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ, ഒരു എക്സ്പെൻസ് ആയിട്ട് പോകും. അപ്പൊ ആ ഒരു എക്സ്പെൻസ് കഴിഞ്ഞിട്ടുള്ളതിന് മാത്രമേ നമുക്ക് റിട്ടേൺ കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എപ്പോഴും ഷെയർ മാർക്കറ്റിനെ അപേക്ഷിച്ച് കുറച്ച് റിട്ടേൺ കുറവായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ബോണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു FD ഇടുന്ന അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുമ്പോൾ എത്രയാണോ നമുക്ക് റിട്ടേൺ കിട്ടുന്നത്, ഏകദേശം അത്ര റിട്ടേൺ മാത്രമേ കിട്ടുകയുള്ളൂ. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിസ്ക് ആണ്. അപ്പൊ നമ്മൾ എത്ര റിസ്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഷെയർ മാർക്കറ്റിനെ അപേക്ഷിച്ച് നമുക്ക് റിസ്ക് കുറവാണെങ്കിലും മ്യൂച്വൽ ഫണ്ട്സ് ആർ സബ്ജക്റ്റഡ് ടു മാർക്കറ്റ് റിസ്ക്. അതായത് നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ ഉണ്ടാകുന്ന വലിയ ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളൊക്കെ മ്യൂച്വൽ ഫണ്ടിനെയും ബാധിക്കും. ഇനി എങ്ങനെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാം എന്ന് നോക്കാം. ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ വെബ്സൈറ്റ് വഴിയും ആപ്പ് വഴിയും KYC പൂർത്തിയാക്കിക്കൊണ്ട് പൂർണ്ണമായും നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഓഫീസ് വഴി നമുക്ക് ഓഫ്ലൈനായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലാണെന്നുണ്ടെങ്കിലും റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ഫണ്ടുകളും സ്കീമുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പഠിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇനി അടുത്ത വീഡിയോകളിൽ നമുക്ക് ഇതിന്റെ ടൈപ്പുകളും അതുപോലെ തന്നെ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളെ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് അറിയാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിലും അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.